ഹലോ! നമ്മൾ ചാക്കിൽ കെട്ടി വെച്ച നെല്ലിൻ്റെ അവസ്ഥ എന്തായെന്ന് അറിയണ്ടേ? നമ്മുടെ വിത്തിൻ്റെ അവസ്ഥ അങ്ങനെ സക്സസ്ഫുള്ളി ആയിട്ട് മുള വന്നിട്ടുണ്ടെന്നൊക്കെ. കഴിഞ്ഞ തവണ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള നെല്ലുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് വിത്തിന് പോകുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കൃഷിഭവനാട്ടോ കൊടുത്തത്. ഇതുവരെ സാധനം പോയിട്ടില്ല. നമുക്ക് കാശ് കിട്ടിയിട്ടുമില്ല. അതൊക്കെയാണ് എന്താ പറയുക ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്. എല്ലാ കാര്യങ്ങളും എന്താ പറയുക അൾട്രാ സ്ലോയിലായിരിക്കും കേട്ടോ നമ്മുടെ കൃഷി ചെയ്യണതും. ബാക്കി കൃഷിയൊക്കെ നല്ല സ്പീഡിൽ പോവും. പക്ഷെ ബാക്കിത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം ഭയങ്കര പതുക്കെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങാത്തതും എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാര്യം നമ്മൾ സപ്ലൈകോയ്ക്ക് കൊടുത്താലും ഇതിന് കാശ് കിട്ടണമെങ്കിൽ അടുത്ത കൊല്ലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക വെയിറ്റിംഗ് ടൈം നന്നായിട്ട് എടുക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ. അപ്പോൾ ദേ നമ്മുടെ വീട്ടിൽ കുറച്ച് മത്തങ്ങയുടെ കുരു മുളച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. വെറുതെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞതാണ്. മുളച്ച് നല്ലൊരു പരുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ അതൊന്ന് പറിച്ച് നട്ട് നോക്കാം. ഇനിയിപ്പോൾ ബാക്കി വളരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാമല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. ഈ നടന്നു പോണ രണ്ട് ആൾക്കാരുണ്ടല്ലോ, വലിയ VIP ടീംസാട്ടോ. ദേശീയ പക്ഷിയാന്നൊക്കെ നമ്മുടെ പീക്കോക്കാണ്, നമ്മുടെ മയിലാട്ടോ നടന്നു പോണത്. ഒരു കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ ഈ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒച്ചയൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ പറന്നു പോകണയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അപ്പം മയിലൊക്കെ ഉള്ള നാട്ടിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ വരുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്നൊക്കെ. അങ്ങനെ അപ്പോൾ ദേ നമ്മുടെ കൃഷിയുടെ പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങാമെന്നൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് നല്ല വലിയ ട്രാക്ടറും കൊണ്ടാണ് ഈ തവണ നമ്മുടെ പാടം ഉഴുതത് കേട്ടോ. കാര്യം എൻ്റെ ഹൈറ്റിലുണ്ടായിരുന്നു ഈ തവണത്തെ പുല്ല്. അപ്പോൾ ഈ സാധനം നല്ല സെറ്റായിട്ട് വന്നെങ്കിൽ ട്രാക്ടർ തന്നെ വരണം. അങ്ങനെ ട്രാക്ടറും കൊണ്ട് നന്നായിട്ട് ഉഴുത് വെള്ളമൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാടത്ത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, കൊക്കൊക്കെ ഇരക്കൊക്കെ തേടണുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബണ്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചെളിയും കൊണ്ട് നമുക്ക് കോരിയിടാം കേട്ടോ. അങ്ങനെ ദേ വെള്ളത്തിൽ നിന്ന് നല്ല ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ചെളി ഇങ്ങനെ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു വരമ്പ് പോലെ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് കുറച്ച് ചെളി, ഇങ്ങനെ കല്ലൊന്നും ഇല്ലാത്ത ചെളി മാത്രം ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ വിത്തിട്ട് കൊടുക്കുക കേട്ടോ. വിത്തിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ നല്ല പ്രാക്ടീസുള്ള ആൾക്കാരായിട്ടോ ചെയ്യണത്. ഇത് നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള ഒരു ടീമിൽ നിന്ന് വന്ന് നമുക്ക് ചെയ്തു തരുന്നത് കേട്ടോ. ഇവരിങ്ങനെ കുറേ സ്ഥലത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ വിത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. വിത്ത് ഇട്ട് കൊടുത്താൽ നമുക്കൊരു ലെയർ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാം. ന്യൂസ് പേപ്പർ എന്തിനാ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളികളുണ്ടല്ലോ, അവർ നിസ്സാരക്കാരല്ലെന്നേ, ഇവർ വന്ന് തിന്നിട്ട് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ന്യൂസ് പേപ്പർ ഇട്ട് ഇനിയിപ്പോൾ 2 നേരം വന്ന് നനയ്ക്കണം. മഴ പെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ. അപ്പോൾ ദേ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തവണത്തെ ലാസ്റ്റ് മാങ്ങയും ഉപ്പും മുളകും കൂട്ടി മാവിനോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.